அடிக்குது மால டம் டம் மஞ்சள டம் டம் மாத்து அடிக்கு மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மால டம் டம் மஞ்சள டம் டம் மாத்து அடிக்கு மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் தந்தி அடிக்குது மாமன் அடிக்கும் மத்தள டம் டம் மத்தள டம் டம் மத்தள டம் டம் വർഷം 1199 ചിങ്ങമാസം 18-ാം തീയതി 3/9/2023 ഞായറാഴ്ച പകൽ 11 മണിക്ക് മേൽ 11:20 മണിക്കുള്ളിലുള്ള ശുഭമുഹൂർത്തത്തിൽ കോയമ്പത്തൂർ കുനിയമ്പത്തൂർ ചെട്ടിയാർപാളിയം സൺ ഗാർഡൻ 4/10 മുരളിമകൾ എം അനഘയും പാലക്കാട് ജില്ല പല്ലശ്ശന പടിഞ്ഞാറേ ഗ്രാമം ഉടുവറമ്പ് വീട്ടിൽ പരേതനായ ശേഖരൻ്റെ പൗത്രി. ഇടുക്കി ജില്ല തൊടുപുഴ മണക്കാട് അയ്യടത്ത് വീട്ടിൽ ജി വേണു മകൻ ബി ജയശങ്കറും തമ്മിലുള്ള വിവാഹം കോയമ്പത്തൂർ കുനിയമ്പത്തൂർ മുത്തുസ്വാമി മുതലിയാർ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. காட்டாதோ திசையே தேடல் தீராதது பாதை மாறாத நிமிடம் ஏதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் காலம் கடந்தாலும் காட்சி மறையாது நினைவில் கலந்தாடும் ஓர் மனம் உலா போகும் கனா உலா போகும் வினா இதயம் தொலைந்ததே நன்றி சொல்லவே என் கனவும் மீண்டதே தேடல் தீராதது பாதை மாறாதது. അതിൽ അനക്ക് ഇപ്പൊ പറയാണ് ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ അനക്ക ഹിമ്പെന്ന് പറയുന്ന ബോർഡ് കാണിക്കും. അല്ല ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അനക്ക് പറയാണ് ഉണ്ണിയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹിമ്പെന്ന് കാണിക്കും. അല്ല അനക്കയാണെന്നുണ്ടെങ്കിൽ അനക്ക തരന്ന് കാണിക്കാം. അതുപോലെ ഉണ്ണിയും കാണിക്കണം. അപ്പം മാച്ചിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മനപ്പൊരുത്തം. അത് Who met in law first? In-laws first. Met in-laws first. In-laws ആരെ ഫസ്റ്റ് കണ്ടത്? ഫാദർ In-laws में आरे first कണ്ടത്?
Who wakes up earlier? ആരെ വേഗം എഴുന്നേൽക്കുക? ആരെ ഫസ്റ്റ് ഉറങ്ങിയിരിക്കുക? ആരാ നന്നായി പുസ്തകം വായിക്കുക? ആരാ നന്നായി പുസ്തകം വായിക്കുക? ആരാ നന്നായി വണ്ടി ഓടിക്കുക? ആരാ ഈ കല്യാണക്കൂട്ടം ഫസ്റ്റ് കൊണ്ടുവന്നത്? രണ്ടുപേര്. കളിക്കുക ഐഡിയ കൊണ്ടുവന്നത്? വെളിയിൽ വെച്ച് കാണാനുള്ള ഐഡിയ? ആരാ നന്നായി നിങ്ങൾ രണ്ടുപേരും ആരാ നന്നായി ഡാൻസ് കളിക്കുക? ആരാ രാത്രി ഏറ്റവും കൂടുതൽ സ്നാക്സ് കഴിക്കുക? ആരാ ഏറ്റവും കൂടുതൽ അഡ്വെഞ്ചർ വേണം, റിലാക്സേഷന് വേണ്ടി വീട്ടിലിരിക്കുന്നതിന് വേണ്ടി വെളിയിൽ പോയി കാണണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ആരാ അഡ്വെഞ്ചർ ഓവർ റിലാക്സേഷൻ? ആർക്കാ കുറച്ചും കൂടി നല്ല സ്റ്റൈൽ, ബെറ്റർ സ്റ്റൈൽ? ആർക്കാ ബെറ്റർ ടേസ്റ്റ് ഇൻ മ്യൂസിക്? ആർക്കാ പാട്ട് ഏറ്റവും ഇഷ്ടം? ബെറ്റർ ടേസ്റ്റ് ഇൻ മ്യൂസിക്? ആരാ ഇതിൽ എക്സ്ട്രോവേർട്ട്? ആരെ who's a foodie here? Foodie. ആർക്കാ ഏറ്റവും ഫസ്റ്റ് ദേഷ്യം വരിക? പുതിയ സാനിറ്റൈസർ? ആരാ ഫസ്റ്റ് സോറി പറയാ? ആരാ ഫോട്ടോഗ്രാഫിയിൽ നല്ലത്? എപ്പോഴും ചന്ദ്രൻ. ആരാ ഏറ്റവും കൂടുതൽ എമോഷണൽ? ഇപ്പൊ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നു വെച്ചാൽ ആരെ ഫസ്റ്റ് കോംപ്രമൈസ് ചെയ്യുക? ശരി കുഴപ്പമില്ല ഞാൻ താഴ്ന്നു പോകാൻ, കോംപ്രമൈസിന് ആരെ ഫസ്റ്റ് വരിക? ഇപ്പൊ ഒരു ഹൊറർ സിനിമ കാണുന്നത് വെച്ചോ, ആർക്കും ഏറ്റവും കൂടുതൽ പേടിയാവുക? ഇപ്പൊ റോക്ക് പേപ്പർ സിസർ കളിച്ച് വെച്ചപ്പോ ആര് ജയിക്കും? കളിച്ചു നോക്കാം. ആരാണ് who would likely he'll take the last slice of pizza without asking? നിങ്ങൾ രണ്ടുപേരും ആരാ നന്നായി കുക്ക് ചെയ്യാ? ചേട്ടൻ്റെ കറക്റ്റാണോ? ഉണ്ണിയാണോ ചേട്ടൻ? മേട്ടൻ്റെ ബർത്ത്ഡേ തന്നെ. ബർത്ത്ഡേ ഡേറ്റ് നവംബർ ഡേറ്റ് വിത്ത് ടൈം. സമയം നമ്പർ 8 നമ്പർ 8 അല്ല 24 കുറച്ച് അടുത്തെത്തി. ഇനിയും കുറച്ചും കൂടി 3 ട്രൈ ചെയ്യല്ലോ. 28 കേട്ടാ. അവരുടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ ഏതാ? ഹോളിഡേ ഡെസ്റ്റിനേഷൻ വീടാ? അല്ല ലണ്ടൻ. ജർമ്മനി നല്ല ശരി. പിന്നെ
ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എല്ലാ ഫേവറേറ്റ് ഫുഡ് ചേട്ടൻ്റെ ഫേവറേറ്റ് അല്ല അമ്മ കപ്പ. ചേച്ചിക്ക് ചേച്ചി ഇവിടെ കപ്പയല്ലേ? എനിക്കറിയില്ല കറക്റ്റ്, സൂപ്പർ. കപ്പയാണോ? ഒന്നും അല്ല സൂപ്പർ. പിന്നെ വന്നിട്ട് ഫസ്റ്റ് ടൈം ചേച്ചിനെ ട്രഡീഷണലി കണ്ടപ്പോൾ ഏട്ടന് എന്ത് തോന്നി? ആ ഒരു മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ കുറച്ചുകൂടി പറയാം. ചേച്ചിനെ ഫസ്റ്റ് ട്രഡീഷണൽ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഏട്ടൻ എന്ത് തോന്നി? ഫീലിങ്സ്? ഏട്ടൻ്റെ ഫേവറേറ്റ് ഹോബി ഏതാണ്? ജെ.കെ. റോളിംഗ്. വെരി ഗുഡ്. പേരും പറഞ്ഞു, ബുക്കിന്റെ ഫുൾ പേരും പറഞ്ഞു, ഓത്തറിന്റെ പേരും പറഞ്ഞു. വെരി ഗുഡ്. പിന്നെ ഏട്ടൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഇൻ ഡ്രസ്, കാർ ആൻഡ് ബൈക്ക്. ഫേവറേറ്റ് ബ്രാൻഡ് ഇൻ ഡ്രസ്, കാർ ആൻഡ് ബൈക്ക്. ഡ്രസ് കറക്റ്റ്, സൂപ്പർ. നൈക്കാണ് ഫേവറേറ്റ് ബ്രാൻഡ്. കാർ ഒരു ഗസ് പറ. ഗസ്. നെക്സ്റ്റ് 3 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. പോയി 2 പോയി ബൈക്ക് കാറാണ്. കാർ അല്ല, മെർസിഡസ് ബെൻസ്. ഏട്ടന് ഇഷ്ടമുള്ള കാർ ബെൻസ്. ബൈക്ക്. അത് ഹിമാലയൻ ബൈക്ക് അത് ഹിമാലയൻ അല്ല അല്ല, അതും ഇഷ്ടമാണോ? ഏട്ടൻ തെറ്റില്ല. ശരി, കുഴപ്പമില്ല. അതായിരുന്നവ. അത് ഹിമാലയൻ ബൈക്ക്. റോയൽ എൻഫീൽഡ്. അതിൻ്റെ നൈസ് ബ്രാൻഡിന് ഐ മീൻ സ്പെസിഫിക് പേരേ അറിയില്ല. സൂപ്പർ. എനിക്കാണ് അറിയാത്തത്. ശരി, കാര്യമില്ല. ഞാൻ കാലിലെന്ന് വെച്ചു. അവളുടെ ഫേവറേറ്റ് കളർ ഏതാ? ഫേവറേറ്റ് കളർ ചേച്ചി അല്ല ചേട്ടാ, അവരങ്ങനെയൊന്നും ഇല്ല. ഒരു മാതിരി പറഞ്ഞിട്ടുണ്ട് ആൻസർ. റെഡാണോ? അങ്ങനെ കളറില്ല. ശരി, എന്തോ യെസ്, എനിക്ക് റെഡ്. എല്ലാ കളറും എനിക്ക് സെറ്റാണ്. ഏട്ടൻ്റെ ഫേവറേറ്റ് സ്പോർട്സ് ആണ്? റൈറ്റ്, ബാഡ്മിൻ്റൺ. ഹിസ് ഫേവറേറ്റ് സ്പോർട്സ് ബാഡ്മിൻ്റൺ. ദാറ്റ് ഇസ് കറക്റ്റ്. അവളുടെ സ്വപ്നം അത്. വാട്ട് ഇസ് എ ഡ്രീം? കറക്റ്റ്. അവളുടെ ഫേവറേറ്റ് ഡ്രീം പറഞ്ഞിട്ടേ ഇല്ല, കറക്റ്റായി കണ്ടുപിടിച്ചു. അത് വലിയ എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം? അല്ല, വീട്ടിൽ വന്ന് കണ്ടതല്ലാണ്. അത് വേണ്ട, വീട്ടിൽ വന്നാലേ എനിക്കറിയാം. ഡേറ്റ്, സ്ഥലം. ഞാനാ പറയുന്നത്. അല്ല, ആരാ ആൻസർ പറയുന്നത്? ബാംഗ്ലൂർ PG എന്നെ ഇഷ്ടം. PG ആണോ? PG എൻ്റെ ഇഷ്ടമുള്ളൂ. ആൻസർ ഡേറ്റ് കഴിയില്ല. PG കാണാൻ പോകുമ്പോഴാണ് അവർ വെളിയിൽ പോയി കണ്ടത്. PG കണ്ട PG. പിന്നെ വന്നിട്ട് അതിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ല ഫേവറേറ്റ് സബ്ജക്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ചേച്ചി ഒരു കാര്യം പറഞ്ഞു. ചേച്ചിക്ക് ലിറ്ററേച്ചർ അല്ലല്ല അല്ലല്ല ഫിസിക്സ്. സോറി ട്രൈ കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പാർഷ്യലി ജയിച്ചു കേട്ടോ. എൻ്റെ ശരി.
പിന്നെ നിൻ്റെ അടുത്ത് നീ ചേട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ കളറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ അതെ ഫസ്റ്റ് ആ ഈ വീട്ടിലെ കാര്യം കേട്ടോ വീട്ടിൽ വേണ്ട ആ ഇവിടെ ചേട്ടൻ അറിയോ പറയണ്ട പക്ഷെ അവന് ഓർമ്മയില്ല ബ്ലാക്ക് ആണോ കേട്ടാ ആണോ ആണോ അപ്പോൾ ബ്ലാക്ക് ആണോ രണ്ടുപേർക്കും അത്ര ഓർമ്മയില്ല എന്നാലും കുഴപ്പമില്ല ശരി പിന്നെ ഏട്ടന് അവളിപ്പോൾ ബിസിനസ് തുടങ്ങണം വെച്ചോ അവൾക്കൊരു എന്തായിരിക്കും അവളുടെ ഐഡിയ ബിസിനസ് ഐഡിയ ഫുഡ് റിലേറ്റഡ് റൈറ്റ് കറക്റ്റ് ഫുഡ് റിലേറ്റഡ് അവൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ആലോചിക്കുള്ളൂ ടെക്നോളജി വൈസ് നോക്കില്ല അത് കറക്റ്റായി പറഞ്ഞു അവളുടെ മേലെ അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റി ചോയ്സ് ഒക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചോയ്സ് അപ്പോൾ ഞാനിപ്പോൾ റീക്യാപ്പ് ചോദിക്കും നീ ഇപ്പം തെറ്റി പറയാൻ പാടില്ല തെറ്റി പറഞ്ഞാൽ പണിഷ്മെന്റ് ശരി രണ്ടുപേർക്കും തന്നെ എത്ര ഓർമ്മ ശക്തി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇവരിപ്പോൾ ഞാൻ തന്നെ ആൻസറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് തെറ്റാണ് വെച്ചാൽ നമുക്ക് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഓക്കെ നിങ്ങളാണ് പണിഷ്മെന്റ് പറയേണ്ടത് ആരാണ് ഗുഡ് ഐഡിയ ഏട്ടൻ്റെ നിക് നെയിം അതായിരുന്നു വോയിസ് അവർക്കൊക്കെ കേൾക്കണ്ടേ ഉണ്ണി ആ ഉണ്ണി ആ ഇവളുടെ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു ആ ഡാനിയൽ റാഡ്ക്ലിഫ് കറക്റ്റ് ആ പക്ഷെ കറക്റ്റ് അത് ടീംസിലൊക്കെ എഴുതുന്ന പോലെ മാറ്റി ജോലി ചെയ്തിട്ട് അതിന് അതേപോലെ സംസാരിക്കാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായി ആ പിന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ 28 നവംബർ ആ ഏട്ടൻ്റെ അടുത്ത് അവിടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ പണിഷ്മെന്റ് കൊടുക്കാൻ വഴിയില്ലല്ലോ എല്ലാം ഒഴുകും പിന്നെ ഏട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് പ്ലസ് കറി ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പളെ ശരിക്കും മീൻ കറി എന്താ മീൻ കറി ആ പിന്നെ ആ പാർട്ട്ണറുടെ ഫസ്റ്റ് ട്രഡീഷണൽ ഡ്രസ്സിൽ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ആൻസർ കിട്ടിയില്ല അതിങ്ങനെ കുഴപ്പമില്ല വിട്ടു ആ ഡ്രസ്സിൽ വിട്ടു ആ ആ ഫേവറേറ്റ് മൂവി അത് ഞാൻ ചോദിക്കാനേ വിട്ടു അതിൻ്റെ ഫേവറേറ്റ് മൂവി ഏതാ ചോദിക്കാനേ വിട്ടു ഇതിന് പണിഷ്മെന്റ് ഇല്ല ഏട്ടൻ എപ്പോഴാണ് ചോദിക്കുന്നത് തുടങ്ങും ഐ വെച്ച് തുടങ്ങും ഇൻസെപ്ഷൻ റൈറ്റ് ഇൻസെപ്ഷൻ കറക്റ്റ് ക്ലൂ കൊടുക്കാൻ പാടില്ല പിന്നെ ഏട്ടൻ നിന്റെ അടുത്തല്ലേ ചോദിച്ചില്ലേ ആ റോൾ മോഡൽ രണ്ടുപേർക്ക് റോൾ മോഡൽ ഓർമ്മയില്ല അതും കിട്ടും ഇവരിങ്ങനെ ആൻസർ പറഞ്ഞാൽ അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കും വെറുതെ കൊടുക്കും ഒരു പണിഷ്മെന്റ് അതന്നെ കൊടുക്കണം എന്തെങ്കിലും കൊടുക്കണം ശരി ഫേവറേറ്റ് ഹോബി അല്ല ഏട്ടൻ്റെ ഫേവറേറ്റ് ഹോബി ട്രാവലിംഗ് കറക്റ്റ് ഫേവറേറ്റ് ഹോബി ചേട്ടൻ്റെ ട്രാവലിംഗ് റൈറ്റ് കറക്റ്റ് പിന്നെ വന്നിട്ട് ഫേവറേറ്റ് ബുക്ക് വിത്ത് ടൈറ്റിൽ ആൻഡ് ഓത്തർ അതൊക്കെ പറഞ്ഞു ഓർമ്മയില്ല ഇവളുടെ പറഞ്ഞായിരുന്നു അതൊക്കെ കറക്റ്റേ ആകെ ഒന്ന് പറഞ്ഞു പേര് ഓത്തറിന്റെ പേര് പണിഷ്മെന്റിന്റെ ഒരു ചാൻസ് ഉണ്ട് ലൈറ്റ് ചാൻസ് ഉണ്ട് റൗളിംഗ് പറഞ്ഞു റൗളിംഗ് കൊടുക്കാൻ വഴിയില്ലല്ലോ നല്ല ഓർമ്മ ശക്തി രണ്ടുപേർക്കൊക്കെ ചെയ്യാം പാർട്ട്ണറുടെ പേഴ്സണാലിറ്റിയിൽ ഫേവറേറ്റ് ആയിരിക്കുന്ന എന്തായിരുന്നു പാർട്ട്ണറുടെ പേഴ്സണാലിറ്റി ഓപ്പൺ പിന്നെ അറിയാൻ തന്നെയാണ് ആ പിന്നെ ഫേവറേറ്റ് കളർ പിന്നെ കളറേ ഇല്ല കാര്യം അതും പോയി കളറേ ഇല്ല പിന്നെ നീനി ഫേവറേറ്റ് ബ്രാൻഡ് ഇൻ ഡ്രസ് കാർ ആൻഡ് ബൈക്ക് തെറ്റി പറ പണിഷ്മെന്റ് ഞാൻ നൈക്ക് നൈക്ക് റൈറ്റ്
come on. Nike. Car, Benz, Mercedes-Benz. കറക്റ്റ് 3 കറക്റ്റായി പറഞ്ഞു. നൈക്ക്, മെർസിഡസ് ബെൻസ്, റോയൽ എൻഫീൽഡ്. അത് ബ്രാൻഡ് ഹിമാലയൻ. അത് ഹിമാലയാണ് കേട്ടോ, അത് ഹിമാലയാണ്. ഇത് എനിക്ക് അറിഞ്ഞൂടാ. ശരി. പിന്നെ അവളുടെ ഡ്രീം റൈറ്റിംഗ്. കറക്റ്റ്. എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ ഒരു പഴി പറഞ്ഞു തരാമെങ്കിലും. Favorite sports? Badminton. Favorite subject in academics? Physics. Physics, super. നിങ്ങൾ എക്സാമിനും കൂടി ഇത്ര പഠിക്കുമോ? How did you first അപ്പോൾ മീറ്റ് ചെയ്ത സ്ഥലം, പ്ലേസ്? അതൊന്ന് PG ഉണ്ട്. PG. എല്ലാം പറയുന്നു. ബിസിനസ് പറഞ്ഞു. ഫുഡ്. ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഡ്രസ് കളർ ഉറപ്പാണോ ഓട്ടോ? പണിഷ്മെന്റ് കൊടുക്കാനാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. Black or black. അവളെന്തായിരുന്നു? ക്വസ്റ്റ്യൻ തിരിഞ്ഞു കേട്ടാ. അവളെന്തായിരുന്നു ഇട്ടത്? ഒരു ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഇട്ട ഡ്രസ് കളറാ ചോദിക്കണേ. പണി കിട്ടും തോന്നുന്നു. നോക്കാം. പിന്നെ നമുക്ക് ഒരു ഗെയിം കൂടി കളിച്ചിട്ട് ഇരുന്ന് വൈകിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവരുടെ അടുത്ത് ചെയ്യണം, ഇതിനെ കൂടെ ചെയ്യിപ്പിക്കണം എന്നുള്ളത് അനോണിമസ് ആയിട്ട് പേപ്പർ തരും. അതിൽ എഴുതി വെച്ചാൽ മതി. അതായത് ഇവർ ആര് ലോട്ട് 3 പ്രാവശ്യം എടുക്കും. അതിൽ അവർ എടുത്തു പറഞ്ഞാൽ അവർ ചെയ്യണം. സിമ്പിൾ. നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് പേപ്പറിനകത്ത് പാട്ട് പഠിക്കാൻ തട്ടിക്കൂടി കെട്ടിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് രണ്ടാമത് കൂടി കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടാമത്. നിങ്ങൾക്കൊക്കെ മനസ്സിലാകണം. ഞങ്ങൾ പാട്ട് വെക്കാം. കപ്പിൾ ഡാൻസ്. ഒരു സിനിമ അവള് കാണിക്കുക, അതേട്ടൻ കണ്ടുപിടിക്കണം. മൂവി പറയും. മൂവിനെ ചേട്ടൻ കണ്ടുപിടിക്കണം. ചേച്ചി പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഗസ് ചെയ്യാം. ഫസ്റ്റ് പാട്ട്. ഓക്കെ, 2 പാട്ടുണ്ട്, ഒരു പാട്ട്. മലയാളം. അതാണ് ഫസ്റ്റ് വേർഡ്. ഹാപ്പി. ഓക്കെ. ജയിക്ക് കൊടുക്കുക. ചിപ്പി പറയട്ടെ. ഇവിടെ കൊടുക്കും. ഏട്ടൻ പറയൂ, സിനിമയുടെ പേര് പറയൂ. ഇംഗ്ലീഷ് മൂവി. ആക്ഷൻ. 4 വാക്ക്. പാവം. ലോർഡ് ഓഫ് റിംഗ്സ്. ഡയറക്റ്റ് ആയിട്ട് റിംഗ് കാണിച്ചു. അടുത്ത ടാസ്ക്. സൂപ്പർ. ഓ നൈസ്. ഞാൻ കണ്ടു. കം ഓൺ, ലെറ്റ്സ് സീ. പ്രപ്പോസൽ.